ബ്രെഡും മുട്ടയും വെച്ചിട്ട് നല്ലൊരു അടാർ ഐറ്റം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിലുള്ള ചേരുവകളൊക്കെ മാത്രം വെച്ചിട്ടുള്ള ഒരു അടാർ ഐറ്റം. ബ്രെഡും മുട്ടയും മാത്രം. ഇതിനകത്ത് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അല്ലാതെ വേറൊരു സ്പെഷ്യൽ സാധനമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വേഗം തന്നെ ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഇത് വേഗം തന്നെ ഉള്ളി വഴറ്റേണ്ട, മസാല ഒന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ബ്രെഡ് എടുക്കുക. ആ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ അല്ലാതെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 4 സൈഡും ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കത്രിക കൊണ്ട് തന്നെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിന് നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കങ്ങനെ എല്ലാ ബ്രെഡും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് നമ്മൾ ചപ്പാത്തിയുടെ പലക ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ ഒന്ന് വീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം സോസേജാണ് കേട്ടോ. അപ്പോൾ സോസേജ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സോസേജ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ഈ മസാലയൊന്നും ഇല്ലാത്ത ഒരു ഫില്ലിംഗ് ഇല്ലാത്ത ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ മസാലയ്ക്ക് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ സോസേജാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മുട്ട മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊന്ന് മുക്കി പൊരിക്കാനുള്ള ബാറ്ററിന് വേണ്ടി മാത്രമാണ് നമ്മൾ മുട്ട യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ പരത്തിയെടുത്ത ആ ബ്രെഡ് ഒന്ന് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു സോസ് ഒഴിച്ച് കൊടുക്കണം. ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് ചില്ലി സോസോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ സ്പൂൺ വെച്ചുകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടി ഉണ്ടല്ലോ, മുളക് പൊടി ഇങ്ങനെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട്, അതായത് ആ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറു ആവശ്യത്തിനുള്ള ഉപ്പ്, സോസേജിൽ ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സോസേജ് നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് സൈഡും ഒക്കെ ഒന്ന് ഒട്ടിച്ച് വൃത്തിയാക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ബ്രെഡിൽ കുറച്ച് വെള്ളം ചേർത്താൽ നല്ല രീതിയിൽ ഒട്ടി കിട്ടും. 2 സൈഡും ഒട്ടി ആ സോസേജൊക്കെ വെളിയിൽ പോവാതിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം എടുത്തിട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ബ്രെഡിൽ പൊതിഞ്ഞ സോസേജ് നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ മുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ട് അത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞ് കോട്ട് ചെയ്ത് വെച്ച് ഒന്ന് വറുത്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ മസാലയ്ക്ക് പകരം ജസ്റ്റ് ഒരു മുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല ഫില്ലിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉള്ളിയൊക്കെ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ഉള്ളിയൊക്കെ പെറുക്കി കളയത്തുമില്ല, എന്നാൽ ഫുള്ളായിട്ട് ചെല്ലുകയും ചെയ്യും. ഇതിപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അകത്ത് ആ സോസേജിൻ്റെ ടേസ്റ്റും പിന്നെ നമ്മൾ ആ മസാലയായിട്ട് മുളക് പൊടി, ആ ഗരം മസാലയൊക്കെ കൂടെ ഇങ്ങനെ ചേർന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മളെല്ലാം കൂടെ കോട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല വലിയൊരു സ്നാക്ക്, അതായത് നല്ല വലിപ്പം തോന്നിക്കുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം നമുക്കിതാ നല്ല രീതിയിൽ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെളിയിൽ ക്രിസ്പിയും അകത്ത് സോസേജ് ഇരിക്കുമ്പം നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് കടിച്ച് തിന്നാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ സോസേജ് ഇല്ലെങ്കിൽ ചിക്കന് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രിപ്സായിട്ട് നീളത്തിൽ വെച്ചിട്ട് അതൊന്ന് വറുത്തെടുത്തിട്ട് അതിന് സോസേജിന് പകരം ചിക്കൻ വെച്ചാലും മതിയാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഇങ്ങനെ റോള് പോലെ ആക്കിയിട്ട് അത് നടുക്ക് വെച്ചാലും മതിയാവും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഡിഷ് മാറ്റിയെടുക്കാം. ശരിക്കും സോസേജ് വെച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ സോസേജ് തന്നെ ട്രൈ ചെയ്തപ്പോൾ ഒരു വട്ടം ഞാനിങ്ങനെ വെളിയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്പ്രിംഗ് റോൾ കഴിച്ച് നോക്കി. അപ്പോൾ അതൊന്ന് വീട്ടിൽ അല്ല മസാലയൊന്നും ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ പുതിയതായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. കടിക്കുമ്പോൾ നല്ല സോഫ്റ്റ്, നല്ല ക്രിസ്പിയാണ്. പക്ഷേ അകത്ത് നല്ല സോഫ്റ്റായിട്ട് സോസേജ് കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ബ്രെഡും മുട്ടയൊക്കെ സോസേജ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും നോൺ വെജ് വെച്ചിട്ടാണെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈവനിങ് സ്നാക്ക് തിരക്ക് എങ്ങും പോകണ്ട. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ബ്രെഡും മുട്ട എന്തായാലും വീട്ടിലെല്ലാ കയ്യിലും ഉണ്ടാവും. അപ്പോൾ അതും പിന്നെ എന്തെങ്കിലും ഒരു ചിക്കനോ എന്തായാലും എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. ഉള്ളി എടുത്ത് കളയുന്ന കുട്ടികൾക്കൊക്കെ മസാലയൊന്നും വഴറ്റാതെ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.